അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ 6 ഹദീസുകൾ ഈ റമദാനിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഏഴാമത്തെ ഹദീസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ഹദീസ് എന്നും നമ്മൾ ചെയ്യുന്ന ശുദ്ധീകരണത്തിന് വേണ്ടി, ചെറിയ അശുദ്ധിയിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വുളൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ല, നിങ്ങളിൽ ആരെങ്കിലും വുളൂ ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ അവയവങ്ങൾ കയറ്റി പൂർണ്ണമായി കഴുകുകയും ചെയ്ത ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന പ്രാർത്ഥന ഒരാൾ നിർവഹിക്കുകയാണ് എങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെ അവന് പ്രവേശിക്കാം. യദ്ഖുലു മിൻ അയ്യി ശാഅ, അവനിഷ്ടമുള്ള സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെ അവൻക്ക് എന്താക്കാൻ കഴിയും, പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, എത്ര മഹത്തരമായിട്ടുള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നും ദിനേന പല തവണ നിർവഹിക്കുന്ന കാര്യമാണ് വുളൂ. എന്നാൽ വുളൂ കൃത്യമായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? വെറും നിമിഷങ്ങൾ കൊണ്ട്, ചെറിയ നിമിഷങ്ങൾ കൊണ്ട്, ശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ വുളൂവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 11 കാര്യങ്ങളാണ് വുളൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1, ഇഷ്ടമുള്ള വാതിലൂടെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ പ്രതിഫലം അതാണ്. അതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതിൻ്റെ മറ്റു പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വ ജഅൽനി മിനൽ മുത്തതഹ്ഹിരീൻ, സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. എങ്ങനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള പ്രാർത്ഥനയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, ഈമാനിൻ്റെ പകുതിയാണ് യഥാർത്ഥത്തിൽ വുളൂ ചെയ്യുക എന്ന് പറയുന്നത്. അത്തഹൂർ ഷത്റുൽ ഈമാൻ എന്നാണല്ലോ, ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ നമ്മൾ വുളൂകളെ ക്ലിയറാക്കണമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹ്ഹിരീൻ, അള്ളാഹു ശുചിത്വം പാലിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ നമ്മുടെ വുളൂകൾ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. നാലാമത്തത് സ്വർഗപ്രവേശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മുസ്ലിമും വുളൂ ചെയ്യുകയും അവൻ്റെ വുളൂ ഏറ്റവും നന്നാക്കുകയും ശേഷം അവൻ്റെ മുഖവും ഹൃദയവും തിരിച്ചുകൊണ്ട് 2 റക്അത്ത് ആരെങ്കിലും നമസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. സ്വർഗം നേടാൻ നമ്മുടെ വുളൂ നമ്മൾ നന്നാക്കുക. അതുപോലെ തന്നെ 5-മത്തത്, പദവികൾ അള്ളാഹു ഉയർത്തുമെന്നുള്ളത്. പ്രവാചകൻ ചോദിച്ചല്ലോ, പാപങ്ങൾ മായിക്കപ്പെടുന്ന, പദവികൾ ഉയർത്തപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, അതേ റസൂലെ, ബലാ യാ റസൂലല്ലാഹ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്പം പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ വുളൂ പൂർണ്ണമായി എടുക്കുക എന്നുള്ളതാണ്. തണുപ്പുള്ള നേരത്തൊക്കെ പൂർണ്ണമായി കൊണ്ട് നമ്മൾ വുളൂ എടുക്കുക, എങ്കിൽ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. 6-മത്തത്, ഹൗലുൽ കൗസർ ലഭിക്കുന്ന ആളുകൾ വുളൂ കൃത്യമായി ചെയ്യുന്ന ആളുകളായിരിക്കും. പ്രവാചകന്റെ ഹദീസിൽ കാണാം, അവർ വുളൂ കാരണത്താൽ നാളെ പരലോകത്ത് മുഖവും കൈകാലുകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും വരിക. ഞാൻ അവരെ ഹൗലിൻ്റെ അടുത്ത് നിന്ന് കാത്തിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. 7-മത്തത്, പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. ആരെങ്കിലും പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ടതുപോലെ വുളൂ എടുക്കുകയാണ് എങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മായിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. 8-മത്തത്, വിശ്വാസിയുടെ അടയാളമാണ് നാളെ പരലോകത്തെത്തുമ്പോൾ അവനെ തിരിച്ചറിയുന്നത്
വുളുയുടെ അടയാളങ്ങൾ പ്രകാശിച്ചു കൊണ്ടായിരിക്കുമെന്നുള്ളതാണ്. അന്ത്യനാളിലുള്ള വിശ്വാസിയുടെ അടയാളവും യഥാർത്ഥത്തിൽ വുളുവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. 10-ാമത്തത്, ഉറങ്ങും മുമ്പേ വുളു ചെയ്യുന്നത് ശുദ്ധ പ്രകൃതിയിലായിട്ടുള്ള മരണമായിരിക്കുമെന്നുള്ളതാണ്. 11-ാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, വുളുവോട് കൂടിയിട്ടാണ് നമ്മൾ ഉറക്കം എങ്കിൽ ആ ഉറക്കത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. ഏതൊരു മുസ്ലിമും ശുദ്ധിയുള്ള വുളു എടുത്ത് ശുദ്ധിയുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ വുളുവുള്ള അവസ്ഥയിൽ ഉറങ്ങുകയും എന്നിട്ട് രാത്രി അവൻ ഞെട്ടി ഉണരുന്നു, എന്നിട്ടെന്താക്കുന്നപ്പോൾ ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾക്ക് വേണ്ടി അവൻ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് നൽകാതിരിക്കുകയില്ല എന്നുള്ളതാണ്. 12-ാമത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, പിശാചിൻ്റെ കെട്ടിൽ നിന്നവൻ മോചനം നേടുമെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങുമ്പോൾ അവനെ പിശാച് 3 കെട്ട് കെട്ടുമെന്നുള്ളതാണ്. അത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ വുളു എടുത്താൽ അതിലെ ഒരു കെട്ട് അഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട്, ഇത്രയധികം ശ്രേഷ്ഠതകളുള്ള വുളു നമ്മൾ നിസ്സാരമായി കാണുന്ന പ്രവർത്തനമാണ് എങ്കിലും ഈ പുണ്യകർമ്മങ്ങൾ കരസ്ഥമാക്കാൻ ഇനിയൊരു ശ്രദ്ധ, നമ്മുടെ അവയവങ്ങളൊക്കെ കൃത്യമായി നനയുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കൃത്യമായി അതിനെ നല്ല രൂപത്തിൽ ചെയ്യാൻ, അങ്ങനെ ഇതിൻ്റെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.